വേണമെങ്കിൽ നമുക്ക് ഈ ഗെയിമിനെ പറയാം. ടെലിപ്പതി ഞങ്ങൾ ഗെയിമിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ടെലിപ്പതി, മെമ്മറി, അങ്ങനെ പലതും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഗൈസ്. അത് മാത്രം പോരെ ഗൈസ്, ഇതിൽ നമ്മൾ നമ്മുടെ മാക്സിമം എനർജി കൂടെ യൂസ് ചെയ്യണം. അതെ, ഇന്നത്തെ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഓരോരുത്തരും ജയിക്കണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്നത്തെ ഒരു ഗെയിമിൽ നമുക്കിത് ജയിക്കാൻ പറ്റൂ. അതെ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ ഞങ്ങളുടെ രണ്ട് ഭാഗത്തായി രണ്ട് മറകളുണ്ട്. എനിക്ക് ഇവരെ സാധനങ്ങൾ അങ്ങോട്ടോ ഇവർക്ക് ഇങ്ങോട്ടോ ഒക്കെ കാണാൻ പറ്റൂല. ഞങ്ങളെ മുന്നിൽ 7 കളർ ബോക്സസ് ആണ് ഉള്ളത്. ഗെയിം എന്താണെന്നുള്ളത് പറഞ്ഞുതരും ഗൈസ്. ഓക്കെ, നിങ്ങളെ മുന്നിൽ ഓരോരുത്തരുടെ മുന്നിലും 7 ബോക്സസ് ഉണ്ട്. 7 കളറിലാണ്. എല്ലാവർക്കും സെയിം കളറിൽ സെയിം പാറ്റേണിലുള്ള 7 ബോക്സസ് ആണ്. ഇത് നിങ്ങളെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആണ്. അതേകൂടെ തന്നെ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ എന്താ പറയാ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് വേണം ഇത്, വാശിയോടെ വേണം ഇത് തീർക്കാൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ റൗണ്ടിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ഉണ്ടാവും. 3 പേർക്കും ഉണ്ടാവും. അപ്പൊ ഈ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ റൗണ്ടിലും 4 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടാവുക. ഈ 4 മിനിറ്റിൽ ഞാൻ ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ഈ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ടവർ അറേഞ്ച് ചെയ്യണം. മനസ്സിലായില്ലേ? മ്യൂസിക് സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നിങ്ങൾ ഇപ്പം ആ പെട്ടികൾ നോക്കൂ, എല്ലാം 7 എണ്ണം ഒരേ പാറ്റേണിൽ ഒരേ രീതിയിലാണോ? താഴെ ഗോൾഡൻ, പിന്നെ റെഡ്. റെഡ് ഗോൾഡനും ഇതാണോ ഈ മനസ്സിലാക്കാൻ വേണ്ടി തെറ്റിച്ചാണോ? ഇനി അല്ല, അറിയാതെ തെറ്റിപ്പോയതാണ്. അപ്പൊ നിങ്ങളുടെ 3 പേരുടെ ടവറും ഈ 4 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഒരേപോലെ ആക്കണം. മനസ്സിലായില്ലേ? ഈ 4 മിനിറ്റിനുള്ളിൽ 5 തവണ സോങ് നിൽക്കും. ഈ 5 ചാൻസിനുള്ളിൽ നിങ്ങൾ ഇത് ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൗണ്ടിൽ ഗിഫ്റ്റ് കിട്ടും. അതൊക്കെ നിങ്ങൾ ഐഡിയ പോലെ. പക്ഷെ ഗെയിം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം സംസാരിക്കാൻ പാടില്ല. റെഡ്, യെല്ലോ കളേഴ്സിനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കാൻ പാടില്ല. പാറ്റേണിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കാനും ഡിസ്ക്വാളിഫൈഡ് ആവും. 5 ചാൻസസ് ഉണ്ടാവും. 4 മിനിറ്റ് സമയമായിരിക്കും. ഓക്കെ അല്ലേ? ആരെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയാലും ആ റൗണ്ടിൽ നിങ്ങൾക്ക് ആർക്കും ഗിഫ്റ്റ് ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ സംഭവം. ഇല്ല, ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാലും ഗിഫ്റ്റ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ 3 പേരും കൂടി ശരിയാക്കിയാലേ നിങ്ങൾക്ക് 3 പേർക്ക് ഗിഫ്റ്റ് ഉള്ളൂ. അപ്പൊ ഒരാൾ തെറ്റിച്ചാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവില്ല. റെഡിയാണോ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലുള്ള ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവയ്ക്കാം. എല്ലാവരും കണ്ടുവരുന്നോ? ഇതിന് വേണ്ടി നമ്മൾ പോരാടണം ഗൈസ്. ഇതിപ്പോ തല്ലാവൂല്ലോ. ഇത് 3 ഒരുപോലെ വേണ്ടില്ല. എനിക്കിത് എന്നാ പിന്നെ എനിക്കത് അല്ല ശ്രീക്ക് ഞങ്ങൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. ഞങ്ങളതൊക്കെ തട്ടി താഴെ ഇട്ട് ചന്നും പിന്നുമാക്കിയിട്ടുണ്ട്. മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞങ്ങള് ആ മുന്നിലുള്ള ഗിഫ്റ്റിന് വേണ്ടി പോരാടാൻ പോവുകയാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഇതിപ്പോ നമ്മൾ ഏകദേശം ഗസ് ചെയ്ത് ചെയ്യണം അല്ലേ? അയ്യോ, അയ്യോ, ബാക്കിക്ക് മറന്നുപോയി. ഇത് മാത്രം ഓർമ്മയുള്ളൂ. പോയി
ഇങ്ങനെ വെച്ചത് ഞാൻ ഇങ്ങനെ പ്രശ്നം തീർന്നില്ലേ. രണ്ട് മിനിറ്റ് ബാക്കി. റെഡി? പിന്നെ അങ്ങോട്ടും കൂടെ തിരിഞ്ഞു പറഞ്ഞെടുക്കും. ഞാൻ വിചാരിച്ചില്ല അതെന്നെ നോക്കുള്ളൂ. അല്ല, അതെന്താ സംബന്ധം അറിയോ? ഞാൻ പിന്നെ നേരത്തെ 5നെ നോക്കിയ സമയത്ത് 5 എനിക്ക് തോന്നി ശ്രീന്റെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പിന്നെ 5നെ നോക്കിയില്ല. അപ്പൊ ഞാൻ ശ്രീന്റെ നോക്കിയിട്ട് തന്നെ ചെയ്ത്. പക്ഷെ ശ്രീന്റെ നോക്കിയിട്ട് ചെറുതായിട്ട് 2 മാറ്റി വെച്ചത് ഞാൻ കണ്ട്. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ പിന്നെ ശ്രീ ചെയ്ത പോലെ തന്നെ മാറ്റി വീണ്ടും ചെയ്ത്. ഞങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റുകൾ കിട്ടിയിരിക്കുകയാണ്. ഏതാ വേണ്ട തീരുമാനിച്ചോ. നേരത്തെ ശ്രീക്ക് ഏതാണ്ടേ? എനിക്കോ? എനിക്ക് ഏതായാലും വിഷയമില്ല. എനിക്ക് 3 ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ട്. ആണോ? ഞാൻ ഇതെടുക്കട്ടെ. എനിക്കില്ല, എന്റെ പെഗ് ബോർഡിലേക്ക് ഒരു ക്ലോക്ക് വാങ്ങണ്ടായിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് ക്ലോക്ക് എടുത്തു. ഞാനിപ്പോ ഇത് ഞങ്ങളുടെ ഒത്തൊരുമയ്ക്ക് വിജയമുണ്ടായി. ഞങ്ങൾ ഇതേപോലെ എല്ലാ റൗണ്ടും ഒത്തൊരുമയോട് കൂടെ തീർത്തിട്ട് ഞങ്ങൾ ഫുൾ ഗിഫ്റ്റ്സ് ആയിട്ട് പോകും. എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മിക്കി മൗസിന്റെ നല്ല പിങ്ക് കളറ് നോർമൽ ക്ലോക്ക് ആണ്. നല്ല രസമുണ്ട്. എനിക്ക് കിട്ടിയത് ഇതാ അങ്ങനെ ഈ ഡിജിറ്റൽ ക്ലോക്ക് ആണ് ഗൈസ്. ഞാൻ ഓടിയിട്ടില്ലേ, ഇതായിപ്പോ ശ്വാസം വിട്ടു. ഒരു എന്താ പറയാ ഓർഗനൈസർ ആണ്. അതായത് നമ്മളുടെ കമ്മല്, മാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയത്. 4 മിനിറ്റിനുള്ളിൽ നമ്മൾ ഓടി നടക്കണം. നമ്മുടെ മെമ്മറി വർക്ക് ആവണം, നമുക്ക് ടെലിപ്പതി വർക്ക് ആവണം, നമുക്ക് എനർജി വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നത്. ചോക്കോസിന്റെ വലിയ പാക്കറ്റ് ഗൈസ്, വലിയ പാക്കറ്റ്. ചോക്കോസ് ഡുവറ്റ്, അതായത് വാനില ചോക്കോസ് മൂൺസ് ആൻഡ് സ്റ്റാർസ്. ഓ, സ്റ്റാറിന്റെ ഒക്കെ ഷേപ്പ് ഉള്ളത്. കാരമൽ, വാനില, പിന്നെ ചോക്ലേറ്റ്. 3 ഫ്ലേവർ ചോക്കോസ് ആണ് ഗൈസ് നേടിയെടുക്കണത്. ഇതിലും ഞങ്ങൾ അതേപോലെ തന്നെ നേടിയെടുക്കും. അതെ അതെ. എന്നിട്ട് അത്താഴത്തിന് ഞാൻ ചോക്കോസ് ചോക്കോസ് കുടിക്കാൻ വേണ്ടി ഞങ്ങളത് നേടിത്തരും. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. ബാക്കിയൊക്കെ മറന്നുപോയല്ലോ. എന്താ ചെയ്യാ? അറിയാലോ, ആലോചിച്ചെടുക്കണം. അങ്ങോട്ട് ഇവിടെ ബുദ്ധി വേസ്റ്റ് ചെയ്യണം. എനിക്ക് കിട്ടുന്നില്ല. പാലിക്ക മാത്രമാണ് അവിടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർത്തല്ലേ?
ഒരു ചാൻസ് കൂടെ ഉള്ളൂ. മറന്നുപോയി guys. എന്തായിരുന്നു എന്ന് മറന്നുപോയി. ഇനി ഒറ്റ ചാൻസ് ബാക്കിയുള്ളൂ. ഇല്ലേ ഒറ്റ ചാൻസ് കൂടെ. 1 മിനിറ്റ് 20 സെക്കൻഡ് ബാക്കി. അതിലൊക്കെ നോക്കി ഡിസ്ക്വാളിഫൈഡ് ആവും. പാട്ട് നിന്ന് ഓർമ്മ നോക്കിയാ അമ്പത്തൊരു സെക്കൻഡ് കൂടെ ഉണ്ട്. പാട്ട് കഴിഞ്ഞു. നിങ്ങൾ 5 ചാൻസസ് കഴിഞ്ഞു. ഇനി 51 സെക്കൻഡ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അവിടെ മാറ്റി വെക്കാം. ഇപ്പൊ കറക്റ്റായോ? അപ്പൊ കറക്റ്റായി ഉണ്ടാവൂല. അപ്പൊ ഇപ്പൊ എങ്ങനെയാ? ലാസ്റ്റ് 30 സെക്കൻഡ്സ്. ഞാൻ എനിക്ക് മാത്രം ഓർമ്മയുള്ളൂ. ആ രീതിയിലാണ് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനിയില്ല ഒന്നും ചെയ്യാനില്ല. നീ എത്ര സെക്കൻഡ് ഉണ്ട്? ഒന്ന് മാറ്റി വെച്ചോക്ക്. സമയം പോലെ മാറ്റി വെച്ചോക്ക്. ലാസ്റ്റ് 10 സെക്കൻഡ്സ്. ഞാൻ വെക്കൂല. ഞാൻ മാറ്റുന്നില്ല. ഞാൻ ഇതേപോലെ തന്നെ ഞാൻ എന്റെ മെമ്മറിയിൽ ഇത് കറക്റ്റ് ആണ്. പോയി. ടൈം കഴിഞ്ഞ്. എന്താ റെഡി അല്ല? അങ്ങോട്ട് ഇവിടെ നോക്കിക്കോ. റെഡ് വൈറ്റ് ഓറഞ്ച് ബ്ലൂ നടു. ഓ ജസ്റ്റ് ബോക്സ് നമ്മൾ പറയും. റെഡ് വൈറ്റ് ഓറഞ്ച് ഇതിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി എവിടെ അറിയോ? ലാസ്റ്റ് 5 ഷാമിയും കൂടി നോക്കിയില്ലേ? ആ സമയത്ത് ഇതും ഈ ഇത് ഇങ്ങനെയായിരുന്നു. ഞാൻ നോക്കിയ സമയത്ത് 5 ഇങ്ങനെ വെച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നോക്കി 5 നേരെ തിരിച്ചു വെച്ചു. ഒരാളുടെ ടെലിപ്പതി വർക്ക് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നു. ഒന്നെങ്കിൽ 5 മാറ്റരുതായിരുന്നു. 5ന്റെ സ്ക്രീനിന്റെ സെയിം ആയിരുന്നു. അപ്പൊ ഷാമി ചേഞ്ച് ചെയ്യരുതായിരുന്നു. അല്ല, അപ്പൊ ഷാമി മാത്രം ചേഞ്ച് ചെയ്യാൻ പാടുള്ളായിരുന്നു. 5 ചേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പോയി guys. സോറി, ഈ ഗിഫ്റ്റ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അടുത്ത റൗണ്ടിലൂടെ പോയാലോ? ഓക്കെ, കണ്ണുറന്നോ? മാർക്കറോ പെന്നോ എന്തോ ഒരു സാധനമാണത്. എന്തോ സ്കെച്ച് എന്തോ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് കണ്ടോ? നല്ല പേർപ്പിൾ കളർ പെന്നുകള്. ഇത് നല്ല രസമുണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടമായി. കുറെ സ്ഥലം കിട്ടും തോന്നുന്നില്ലേ ഇതില്? എന്തൊക്കെ സാധനങ്ങൾ വെക്കാം. കൊറേ സാധനങ്ങൾ വെക്കാം. എല്ലാം നല്ല ഗിഫ്റ്റ്സ് ആണ് ഗൈസ്. അടിപൊളി ഗിഫ്റ്റ്സ് ആണ്. 2 പർപ്പിൾ ഗിഫ്റ്റ്, ഒരു പിങ്ക് ഗിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതെല്ലാരും വർക്ക് ആക്കാം കേട്ടോ. റെഡിയാണോ? ഓക്കെ. തല കൊടുവാങ്ങോ? ഓള് വരണ്ടേ? വരുണ്ടോ? കിട്ടില്ല. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ഒരിക്കൽ മറന്നുപോയി ഗൈസിന്റെ ഒരു ചാൻസ് മിസ് ആക്കി. എന്താന്നുള്ളത് മറന്നുപോയി. എന്താ നോക്കിയത്? എനിക്കിത് മാത്രം ഓർമ്മയുണ്ട്. ഇവിടെ നിന്നോട്ടെ. ഞാൻ അവിടെ പറഞ്ഞതാ. നോക്കാൻ പറ്റില്ലല്ലേ?
ഇവിടെ മാറ്റി വെക്കണോ? ശ്രീ നല്ല നോക്കണം കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ട്. 2 ചാൻസ് കഴിയുള്ളേ, ഇനി 3 ചാൻസ് നോക്കിണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളെ ടെലിപ്പതി വർക്ക് ആവുന്നുണ്ട്. നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യൂ ഗൈസ്, നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യൂ. ഗോൾഡൻ റെഡ് ഇത് ശ്യാമിന്റെ നെൽമതിയാ തോന്നുന്നു. അതെ അതെ അതെ. ഞങ്ങൾ ഈ റൗണ്ടിൽ പെട്ടെന്ന് 4 മിനിറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ടി വന്നില്ല. അതിന് മുന്നേ തന്നെ ഗിഫ്റ്റ് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ റെഡിയാക്കി. അല്ല ഇതിപ്പോ അവിടെ കഴിഞ്ഞു, ഇനി ഇവിടെ കഴിയില്ലല്ലോ. ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതും എടുത്ത് എനിക്ക് അതെ ഞാനൊരു കുഞ്ഞു ബാഗും എടുത്തു ഗൈസ്. കണ്ടോ ബാഗിന് ഇതില്ല, പെൻസിൽ പൗച്ച് പോലെ. ഇത് നോർമൽ പെൻ തന്നെയാണ്, പക്ഷെ എല്ലാം നോർമൽ പെന്നാണ്. പക്ഷെ പർപ്പിൾ ആയതുകൊണ്ട് ശ്രീക്ക് ഭയങ്കര ഒരു ആഗ്രഹം അല്ലേ. ഇതൊക്കെ കുഞ്ഞു ബാഗ്, ഇതിനുള്ളിൽ നമുക്ക് റബ്ബർ, എറേസർ എന്താ പറയാൻ പോകുന്നത്, ഷാർപ്നർ, കൊറേ സ്കെച്ച്, ഒരു മേക്കപ്പ് പൗച്ച് ആയിട്ട് കൊണ്ടുനടക്കുക ഗൈസ്. ഒരു എന്താ പറയാ ടോയ്ലറ്ററി ബാഗോ അല്ലെങ്കിൽ പിന്നെ മേക്കപ്പ് ഇടുന്ന സാധനങ്ങളോ എന്തുമായിട്ട് കോസ്മെറ്റിക്സ് ഇടാം. അപ്പൊ എനിക്കിത് ഇഷ്ടമായി. എനിക്കും ഇഷ്ടമായി. താങ്ക് യു. നമ്മൾ പോരാടി ഞങ്ങൾ മെമ്മറി ഇപ്രാവശ്യം വർക്കായി ഗൈസ്. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല് ഞാൻ ഇന്റത് നോക്കിയിട്ട് ഇവര് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിരല് വെച്ച സാധനത്തിൽ ഞാൻ വിചാരിച്ചു ഷാമിന്റെ ഇതായിരിക്കും ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഷാമിന്റെ നോക്കിയിട്ടാ ചെയ്തത്. ഞാൻ ഇവരിത് ഞാൻ നോക്കിയപ്പോ ലാസ്റ്റ് റൗണ്ടിൽ നോക്കിയപ്പോ ഇവരിത് രണ്ടുപേരും കറക്റ്റാ. ഇന്ത്യ കൂടി മാറാനുള്ളൂ, പക്ഷെ അത് ഇവർക്ക് പറയാനും പറ്റില്ല. അതാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ ഇത് രണ്ടും കറക്റ്റ് ഇരട്ട പറ്റുമോ ചെറിയ മിസ്മാച്ച്. എനിക്കത് മാത്രം പേടില്ല. ശ്രീ ഇനിയിപ്പൊ 5നെ നോക്കിയിട്ട് ചെയ്യോന്നൊരു, പക്ഷെ നമ്മളത് രണ്ടാമത് ഒരുപോലെ ആണല്ലോ. പക്ഷെ അതുകൊണ്ട് ഗസ് എല്ലാം റെഡി ആയിട്ട് ശുഭം. അങ്ങനെ 3 റൗണ്ടിൽ ഞങ്ങൾ 2 റൗണ്ട്. അത് ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടി നോക്കാൻ. അത് ഞാനിത് എല്ലാം കൂടി ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ മ്യൂസിക് നെക്കാൻ മറന്നുപോയി. സമയം കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ടാക്ടിക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടി കിട്ടി. ലാസ്റ്റ് റൗണ്ട് ഞാൻ കുറച്ചുകൂടെ ടഫ് ആക്കുകയാണ്. നിങ്ങൾക്ക് വെറും 3 ചാൻസേ ഉണ്ടാവുള്ളൂ. 3 ചാൻസ്. നിങ്ങളെ മെമ്മറി പവർ എന്താ 4 മിനിറ്റിന് പകരം 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓരോ മിനിറ്റിലും ആയിരിക്കും നമുക്ക് വരാൻ പോകുന്ന ചാൻസസ്. അതെ, ഓരോ മിനിറ്റിലും ചിലപ്പോ ഞാൻ 1 മിനിറ്റ് തന്നെ 3 ചാൻസും കളയും. ശരി, എന്തായാലും ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? കൊണ്ടുവന്നോ? അത് നിങ്ങൾക്ക് കിട്ടുന്ന ഉറപ്പായിട്ട് കയറിയാ പോരെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ലൈൻ ഉള്ളതാ ലൈൻ ഇല്ലാത്തതോ? ലൈൻ ഇല്ലാത്തതാ. ഇവിടെ ലൈൻ ഉണ്ട്, ഇവിടെ കാണൂലേ? ചിത്രമൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്. ഇതും നമ്മൾ നേടും. അതെ, ഇതും നമ്മൾ നേടും. പക്ഷെ 3 ചാൻസസേ ഉള്ളൂ. ലാസ്റ്റ് റൗണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട പോകും. ശ്രീ അതിൽ മിസ്മറൈസ്ഡ് ആകാതെ ഇത് പറ. മെമ്മറി വർക്കാണോ? റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ഒരു ചാൻസ് കഴിഞ്ഞു.
ഈ 2 മിനിറ്റ് ബാക്കി. മ്യൂസിക് നിന്നില്ല. ഇനി വാണിംഗ് ഉണ്ടാവില്ല കേട്ടോ. നല്ല രസല്ലേ? ഞങ്ങൾ അടുത്ത ഇതിന് വെയിറ്റ് ചെയ്യണം guys. രണ്ട് ചാൻസ് കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ചാൻസ് കൂടെ ഉണ്ടാവും. ബാക്കി എന്തായിരുന്നു പഠിച്ചോനെ? ബാക്കി എന്തായിരുന്നു? അല്ല പഠിച്ചോനെ, ഇത് കിട്ടുമോ ജാമ്യ? എനിക്ക് തോന്നുന്നില്ല. കിട്ടും തോന്നില്ല. Guys, try ചെയ്യ്, guys, try ചെയ്യൂ. ഇതെന്താണ്? ഇവരെന്താ ചെയ്യുന്നത്? ഇതെവിടെ എത്താൻ പാടില്ല. ഇതൊക്കെ കയ്യിന്ന് പോയി. ഇത് പോയി. നീ വെറുതെ ഇവിടെ ഇങ്ങനെ കൂട്ടി ലാസ്റ്റ് 30 സെക്കൻഡ്സ്. ഞാൻ എന്ത് പൊളിച്ചു പണിതിട്ട് ഒരു കാര്യമില്ല തോന്നുന്നു. പൊളിച്ച് കളിയണ്ട എന്നാണ് എന്റെ അഭിപ്രായം guys. ഒരാളിതിൽ പൊളിച്ച് പണിയരുത് പ്ലീസ്. ദയവായിട്ട് ഒരാളിതിൽ പൊളിച്ച് പണിയരുത്. പണിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. ലാസ്റ്റ് 10 സെക്കൻഡ്സ്. അതങ്ങനെ എടുത്തു വെക്കണം പ്ലീസ്. അങ്ങനെയൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു കഷ്ട. പോയി കഴിഞ്ഞു. സമയം കഴിഞ്ഞു. ഓറഞ്ച് വരെ കറക്റ്റ്. നമ്മളത് രണ്ടുപേരും. ഓ നമ്മളിത് ഇത് മാത്രം തെറ്റി. റെഡ് ഇത് ഞാൻ ഇവിടെ ബോർഡ് വെച്ച റെഡിന്റെ സ്ഥാനത്ത് അത് മാത്രമാണ് തെറ്റിയത്. അല്ല ഓളത് മൊത്തം തെറ്റി. ഇത് വേറെ എവിടെ പോയി? ഇന്നത് ഏറ്റവും അടിയിലുള്ള മാത്രം ശരി, ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് പോയി. ഒറ്റൊന്ന് മാത്രം അത് ശരി. സോറി, ഇത് ഞാൻ എടുക്കുന്നുണ്ടേ. മൂന്നെണ്ണം കൊണ്ട് നമുക്ക് എന്താ ചെയ്യാനല്ലോ? എല്ലാത്തിനും അത് വേറെ ഏതെങ്കിലും ഗിഫ്റ്റ് ചാലഞ്ചിൽ വെക്കാം. എനിക്ക് തോന്നിയിരിക്കുന്നത് ടോട്ടൽ 4 റൗണ്ടിൽ 2 റൗണ്ടിൽ ഞങ്ങൾ ഗിഫ്റ്റ് കിട്ടി. 2 റൗണ്ടിൽ ഞങ്ങൾ വല്ല വീരവാദം മുടക്കി എന്നല്ലാതെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് നേടിയെടുക്കാൻ പറ്റുന്നു. പക്ഷെ ഇത് ഭയങ്കര ഇവിടെ ഒരാളെ മാത്രമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ലാസ്റ്റ് റൗണ്ട് കുഴഞ്ഞു മറിഞ്ഞു പോയി. അതെ, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആക്കാൻ നോക്കിട്ട് ഒന്നും എവിടെ എത്താത്ത ഒരു അവസ്ഥയിലായിട്ട് ടെലിപ്പതി ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഞാൻ എന്ത് ചെയ്ത് ഈ അതാണ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് എന്റെ നോക്കിയാൽ മതിയല്ലോ. അയച്ചിട്ട് ഞാൻ ആക്കുന്നത്. പക്ഷെ എനിക്കത് ഫുള്ള് കിട്ടിയില്ല. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ മൊത്തം കോഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ RGB ഞാൻ ഇവിടുന്ന് ഉണ്ട്. വൈറ്റ് ഉണ്ട്, പർപ്പിൾ ഉണ്ട്. അല്ലാതെ RGB തലേനെ പോയില്ല. ആ ടെലിപ്പതിക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മള് ഗിഫ്റ്റുകൾ കാണിച്ചു കൊടുത്താലോ? ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഇതാണ്. എനിക്ക് 2 ടൈപ്പ് ഓർഗനൈസേഴ്സ് കിട്ടിയത് ഒരേ കളറിൽ, പിങ്കും പർപ്പിളും ഗൈസ്. എനിക്ക് ക്ലോക്ക് ആണ് കിട്ടിയത്. പിന്നെ അതിന്റെ കൂടെ ഒരു കുഞ്ഞു ബാഗ് പോലത്തെ ഒരു ഓർഗനൈസർ പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണ് ഈ ബാഗ്. നല്ല ക്യൂട്ട് ആയിട്ട് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ കുറെ കണ്ടിട്ടുണ്ട്. ഇത് എനിക്കൊരു ക്ലോക്ക്, ഒരു മിക്കി മൗസിന്റെ ഒരു ക്ലോക്ക്, ഒരു എലീന്റെ ഒക്കെ ചെവി പോലുള്ള ഒരു സാധനം. പിന്നെ ഒരു പർപ്പിൾ കളർ പെന്നിന്റെ സെറ്റുമാണ് എനിക്ക് കിട്ടിയത്. നല്ല 2 ഗിഫ്റ്റ് കിട്ടി. 2 പോയി വേറൊരു ചലഞ്ചിലെ വെച്ചോ ഞങ്ങൾ നേടിയെടുത്തോ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഗെയിം ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നല്ല ഫണ്ണി ആയിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. അതെ, ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്ത ഒരു ഗെയിമാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ കൊണ്ടുപോവാം. കളിച്ച് ജയിച്ച് കളിച്ചു. അപ്പൊ ഗൈസ് ഇന്നത്തെ ഗെയിമില് ആരും മോയന്റെ കുട്ടീന്റെ തല ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ടേബിളിന്റെ മുകളിൽ നമുക്കിത് സ്റ്റാൻഡ് പോലെ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ ഗൈസ് ഇന്നത്തെ ഗെയിം ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടികൾക്കൊക്കെ മെമ്മറീസ് ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പലതും ചെയ്തു. അമ്മമാർക്ക് ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഫുള്ള് തട്ടിയിട്ടിട്ട് ആർക്കും ബുദ്ധി വരുന്നുണ്ടോ എന്നുള്ള അറിയാം. നമ്മൾ എത്രയും പെട്ടെന്ന് വരും. This is Srilakshmi. This is Shavya. This is Sanjita. Signing off.